ഹായ്, അപ്പോൾ നമുക്ക് ഈ പൂ ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്രേപ്പ് പേപ്പറാണ്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് 8 പീസ് ഒന്നിന് മേലെ ഒന്നായി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ പണ്ട് ഫാനൊക്കെ ഉണ്ടാക്കില്ലേ, അതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് നമുക്ക് ടൈ ചെയ്തെടുക്കണം. ടൈ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിവിടെ നമ്മൾ സ്റ്റെമ്മിനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുമാതിരി ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെമ്മ് വേറെ സെപ്പറേറ്റ്ലി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റെമ്മും റെഡിയായി, പൂവും റെഡിയായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 എൻഡ്സും ഇതുമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തതും വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിന് ശേഷം ഇതുമാതിരി വിരിയിച്ച് കൊടുത്തിട്ട് നമ്മൾ 8 പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഓരോ പീസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പെറ്റൽസ് കാണാൻ പറ്റും കേട്ടോ, നല്ല ഭംഗിയിൽ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെപ്പറേറ്റ് ചെയ്യണം. കാരണം ക്രേപ്പ് പേപ്പറാണ്, കട്ടി കുറവാണ്. അപ്പോൾ പതുക്കെ കെയർഫുള്ളായിട്ട് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെമ്മാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ടേപ്പാണ്, ഗ്രീൻ ടേപ്പ്. അത് വെച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. ഇത് ഗ്ലൂ ഒന്നും വേണ്ട കേട്ടോ, അത് അങ്ങനെ തന്നെ ഒട്ടിക്കോളും. അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതുമാതിരി ഞാൻ ചെയ്തെടുത്ത പൂക്കളാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, അതുമാതിരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റും ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.